ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ചപ്പാത്തിക്കും ബ്രെഡിനും അപ്പം കുബൂസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ബട്ടർ ഗാർലിക് എഗ്ഗ്. ഇത് പാചകം അറിയാൻ മേലാത്തവർക്ക് വരെ ചെയ്യാൻ പറ്റിയ ഒന്നാണ്. ബാച്ചിലേഴ്സിൻ്റെ പ്രിയപ്പെട്ട ഒരു വിഭവമാണിത്. 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ബട്ടർ, 3/4 കപ്പ് പാല്. ഇത് ഞാൻ തിളപ്പിക്കാത്ത പാലാണ്. 2 ടീസ്പൂൺ മൈദ, ഒരു 15ഓളം വെളുത്തുള്ളി. ഇത് ചതച്ചെടുക്കണം നന്നായിട്ട്. 2 ടീസ്പൂൺ മുളക് ചതച്ചത്, കുറച്ച് മല്ലിയില, ഉപ്പ്, ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി. Cook with Sophie, sharing 40 years experience. മുട്ടയൊന്ന് പൊട്ടിച്ച് അടിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചിക്കി പൊരിച്ചെടുക്കാനാണ്. തീരെ ചെറിയ കഷ്ണങ്ങളല്ല, അല്പം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി ചിക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒന്നും ഇതിൽ ഒന്നും ഇളക്കണ്ട, ഒന്ന് ഉറയ്ക്കാൻ തുടങ്ങട്ടെ. അടിഭാഗമൊക്കെ ഒന്ന് കട്ടിയായി വരുന്നു. ആ സമയത്ത് ഇത് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കണം. ഇത് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഇളക്കിയെടുക്കണം. ഇത് തീരെ ചെറിയ കഷ്ണങ്ങളാക്കണ്ടെന്ന് പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഇതുപോലെ ആക്കുന്നത് കേട്ടോ. എഗ്ഗ് റെഡിയായി. നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ആ പാനിലേക്ക് തന്നെ ബാക്കിയുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. നന്നായിട്ട് ചതച്ചെടുക്കണം, അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ബട്ടർ അങ്ങോട്ട് കൈവിടും. വെളുത്തുള്ളി അങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞ് അങ്ങനെ മൂത്ത് പോകണ്ട, നന്നായിട്ട് മൂത്ത ഒരു മണം വരും, അന്നേരം എടുക്കാം. വെളുത്തുള്ളി മൂത്ത മണം വന്നിട്ടുണ്ട്. അതിലേക്ക് മൈദ ചേർക്കാം. മൈദ ഒന്ന് മൊരിഞ്ഞ് വരണം. മൈദ എങ്ങനെയാണ് മൊരിഞ്ഞ് വരുന്നതെന്ന് മനസ്സിലായത് ഇതുപോലെ പതഞ്ഞ് വരാൻ തുടങ്ങും. അത് ഒരു മീഡിയം ഫ്ലെയിം മതി, കൂട്ടരുത്. മൈദ ഒന്ന് മൊരിഞ്ഞ് വന്നില്ലെങ്കിൽ ആ മൈദയുടെ ഒരു പച്ചച്ചുവ നിൽക്കും. അതുകൊണ്ടാണ് മൈദ മൊരിയണമെന്ന് പറയുന്നത്. കേട്ടോ, ഇതുപോലെ പതഞ്ഞ് വരും. ഇനി മൈദയോ കോൺഫ്ലവറോ ഏത് വേണേലും ചേർക്കാം, ഗോതമ്പ് പൊടി ചേർക്കരുത്. അതിലേക്ക് തീ അല്പം കുറച്ച് വെച്ചിട്ട് പാല് ചേർക്കാം. ഇനി തീ ഒന്ന് കൂട്ടി കൊടുക്കണം. ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ ബാക്കി ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊന്ന് കുറുകി വരണം. അല്പം ഉപ്പ് ചേർക്കാം. മുട്ടയ്ക്കകത്ത് നമ്മൾ ഉപ്പിട്ടാണ് മുട്ട അടിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പം ഇത് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കണം. ഇപ്പം ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം.
ഇനി ഇതെല്ലാം കൂടെ കിടന്ന് ഒന്നുകൂടെ ഈ മൈദ കൂട്ടിനകത്ത് ഈ മുട്ടയൊന്ന് പിടിച്ച് അതിൻ്റെ രുചി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇറങ്ങണം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ഇതങ്ങോട്ട് കുറി ഉണങ്ങിപ്പോകരുത്. നമ്മുടെ ബട്ടർ ഗാർലിക് എഗ്ഗ് റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ബട്ടർ ഗാർലിക് എഗ്ഗ് സെർവ് ചെയ്യാൻ റെഡിയായി. ഞാനിതിൻ്റെ കൂടെ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ചപ്പാത്തിയോ കുബൂസോ എന്തിൻ്റെ കൂടെയും പോകും കേട്ടോ. നിങ്ങളല്ലാതെ ബ്രെഡ് തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ ഈ ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ ബ്രെഡ് ആണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.